Below statements are related to NPA. Identifying the wrong statement ആണ്. Next question. Which of the following is not covered under Kisan Credit Card Scheme? അപ്പോൾ next question. Which is correct regarding BR Act? Banking Regulation Actുമായിട്ട് ബന്ധപ്പെട്ട് correct. Hello, welcome to Competitive Crack. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റിനും അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിനും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ബാങ്കിങ് മേഖലയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് പ്രീവിയസ് എക്സാംസിന്, അതായത് സമാന പരീക്ഷകൾക്ക് മുൻപ് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള വേർഷനുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ: when a customer open an account with the bank and the account has credit balance, then the banker customer relationship is. അക്കൗണ്ട് കസ്റ്റമർ ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ ബാങ്കർ എന്ന് പറയുന്നത് ഡെപ്റ്ററും കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? ക്രെഡിറ്ററുമാണ്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ ആണ്. ലോൺ എടുക്കുന്ന സമയത്തോ നേരെ തിരിച്ചാണ്, ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ് ആണ്. ബാങ്ക് എന്താണ്? ക്രെഡിറ്റർ ആവും, കസ്റ്റമർ ഡെപ്റ്റർ ആവും. അപ്പം ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഇൻ കേസ് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ കേസിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ്. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബെയിലർ ബെയിലി, ഡെപ്റ്റർ ക്രെഡിറ്റർ, ലെസർ ലെസി, ഏജന്റ് പ്രിൻസിപ്പൽ. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ കേസിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലെസർ ലെസി റിലേഷൻഷിപ്പ് ആണ്. ബാങ്ക് എന്ന് പറയുന്നത് ലെസർ ആണ്. ലെസർ ആരാ നമുക്കറിയാം. ലെസർ എന്ന് പറയുന്നത് എന്താണ്? ലീസിന് കൊടുക്കുന്ന, അവരുടെ സ്പേസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഓണറിനെയാണ് എന്ത് പറയുന്നത്? ലെസർ എന്ന് പറയുന്നത്. ആരാണോ അതിൻ്റെ യൂസർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി, അതിനെയാണ് ലെസ്സി എന്ന് പറയുന്നത്. ഇതിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജിനെയാണ് ലീസ് റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലെസർ ലെസ്സി റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ് വൺ ആണ്: ഇൻ എക്സിക്യൂട്ടിംഗ് ദ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ദ എക്സിറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ എന്ത് തരം റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് എന്നാണ്. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ അവിടെ എക്സിറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൾ, ഏജന്റ് പ്രിൻസിപ്പൾ റിലേഷൻഷിപ്പ് ആണ്. ഈ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ അവിടെ നിലനിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഇതൊക്കെ PYQ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ IFSC കോഡ് ഈസ് യൂസ്ഡ് പ്രൈമറിലി ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പേർപ്പസ്. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. ഇത് ഈ IFSC കോഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് എക്സാംസിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് നമ്മൾ എന്താണ് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ IFSC കോഡ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ പേർപ്പസിനാണെന്നാണ്. ഐഡന്റിഫൈയിങ് ദ ലൊക്കേഷൻ ഓഫ് എ ബാങ്ക്, ഫെസിലിറ്റേറ്റിംഗ് ഇലക്ട്രോണിക് പേയ്മെന്റ്, ഇഷ്യൂയിങ് ക്രെഡിറ്റ് കാർഡ്, ഓപ്പണിംഗ് ബാങ്ക് അക്കൗണ്ട്. IFSC കോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡന്റിഫൈയിങ് ദ ലൊക്കേഷൻ ഓഫ് ബാങ്ക്. ലൊക്കേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? IFSC കോഡിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഫെസിലിറ്റേറ്റിംഗ് ഇലക്ട്രോണിക് പേയ്മെന്റ്. ഇലക്ട്രോണിക് പേയ്മെന്റ് നിങ്ങൾ എന്താണ്, ഇലക്ട്രോണിക് പേയ്മെന്റിന്റെ കേസിലൊക്കെ നമുക്ക് എന്താണ്, ബാങ്ക് നമ്മളുടെ ആരുടെ അക്കൗണ്ടിലേക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെ എന്താണ് ശരി ഉത്തരമാണ്. പിന്നെ ഇഷ്യൂയിങ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ നമുക്ക് IFSC കോഡിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ഓപ്പണിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും IFSC കോഡിൻ്റെ ആവശ്യമില്ല. അപ്പം IFSC കോഡ് മെയിനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റിംഗ് ഇലക്ട്രോണിക് പേയ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബിലോ സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു NPA. ഐഡന്റിഫൈയിങ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റാൻഡേർഡ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ഡു നോട്ട് കോസ് എനി പ്രോബ്ലം ടു ദ ബാങ്ക്. ശരിയല്ലേ? സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് ബാങ്കിന് വലിയ പ്രോബ്ലംസ് സൃഷ്ടിക്കാത്ത അസറ്റുകളെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഡൗട്ട്ഫുൾ അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ഹാസ് റിമെയിൻഡ് ആസ് NPA ഫോർ എ പീരീഡ് എക്സീഡിങ് 12 months. ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? 12 months എക്സീഡ് ചെയ്ത അസറ്റുകളെയാണ് എന്ത് പറയുന്നത്? NPA ആയിട്ട് 12 months കഴിഞ്ഞ അസറ്റുകളെയാണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുന്നത്. അത് ശരിയാണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ആസ് NPA ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 months. ശരിയാണ്. നെക്സ്റ്റ്: എ നോൺ പെർഫോമിംഗ് അസറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് credit facility in respect of which the interest or installment remain due for 60 days.
ഇവിടെ 60 days ആണോ? അല്ല, NPA എന്ന് പറയുന്നത് എന്താണ്? 90 days കംപ്ലീറ്റ് ചെയ്ത ഇൻസ്റ്റാൾമെൻറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും പേ ചെയ്യാൻ വീഴ്ച വരുത്തി 90 ദിവസം കഴിഞ്ഞതിനെയാണ് എന്ത് പറയുന്നത്? അതിനെ NPA എന്ന് പറയുന്നത്. അപ്പം ഇത് തെറ്റാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ചോദിച്ചിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ഓൺലി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം? കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലെങ്കിൽ കവർ ചെയ്യാത്തത് ഏതാണെന്നാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ നീഡ്, അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് എക്സ്പെൻസസ്, കൺസപ്ഷൻ റിക്വയർമെൻറ്റ് ഓഫ് ഫാമർ ഹൗസ് ഹോൾഡ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രോപ്പ് പ്രൊഡക്ഷൻ നീഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പോസ്റ്റ് ഹാർവസ്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ കൺസപ്ഷൻ റിക്വയർമെൻറ്റ് ഫോർ ഫാമർ ഹൗസ് ഹോൾഡ്, ഫാമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാം KCCയിൽ പെടും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് കിസാൻ ക്രെഡിറ്റ് കാർഡുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിൽ വരാത്തതാണ്. അപ്പോൾ ആൻസർ വരുന്നത് നോട്ട് കവേർഡ് എന്നാണ് ചോദിച്ചിട്ട് ഓപ്ഷൻ 4 ഓൺലി ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ബെനിഫിറ്റ് ഓഫ് KCC സ്കീം? KCC സ്കീമിൻ്റെ ബെനിഫിറ്റ് അല്ലാത്ത, KCC എന്ന് പറഞ്ഞാൽ കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. ഈസി ആക്സസ് ടു ക്രെഡിറ്റ് KCCയുടെ എന്താണ് ബെനിഫിറ്റ് ആണ്. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് KCCയിൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല. ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഓപ്ഷൻ, ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഓപ്ഷൻ KCCയുടെ ഒരു മെറിറ്റാണ്. ലെസ് പ്രൊസീജിയർ ഇൻ ബാങ്ക്, ലെസ് പ്രൊസീജിയർ ഇൻ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് KCCയുടെ ബെനിഫിറ്റുകൾ. അപ്പോൾ ബെനിഫിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അല്ലാത്തത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് അപ്പോൾ ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 13 ഓഫ് NI Act. The NI Act was drafted by Indian Law Commission. Negotiable Instrument Act enacted on 9/12/1881. The NI Act came into force on 1/4/1882. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയത് ഏതാണെന്നാണ്. ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 13, NI ആക്ടിൻ്റെ സെക്ഷൻ 13ലാണ്. NI ആക്ട് ഡ്രാഫ്റ്റ് ചെയ്ത ഇന്ത്യൻ ലോ കമ്മീഷനാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എനാക്ട് ചെയ്തത് 9/12/1881. NI ആക്ട് came into force on 1st April 1882. തെറ്റാണ്. അപ്പോൾ ആൻസർ ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ഇൻകറക്റ്റ് ഓപ്ഷൻ 4 ഓൺലി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് വൺ ആണ് സെൻട്രൽ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത്. നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും സെൻട്രൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. സെൻട്രൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റൻ ആണ്. സെൻട്രൽ ബാങ്ക് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെന്റ് വർക്ക് ആസ് എൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. റീസണിൽ സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ദ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് മ്യൂച്വൽ ക്ലെയിംസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫ്രം ദ എബോവ് അസേർഷൻ ആൻഡ് റീസൺ ചൂസ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്നാണ്. അതായത് ഇതിൽ രണ്ടിലും അസേർഷൻ റീസണിങ് ഒക്കെ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ UGC എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വരുന്നത് both A and R are true and R is a correct explanation of A. Both A and R are false. A is true but R is false. Both are correct. ഇവിടെ വരുന്നത് സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെന്റ് വർക്ക് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ശരിയാണ്. സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ദ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് മ്യൂച്വൽ ക്ലെയിംസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. രണ്ടും ശരിയാണ്. അപ്പോൾ എന്താണ് നമുക്കിതിൽ കൂടുതൽ മാച്ച് ആയിട്ടുള്ളത് ഓപ്ഷൻ D ആണ്. ബോത്ത് ആർ കറക്റ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് BR ആക്ട്? ബാങ്കിങ് റെഗുലേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഏതാണെന്നാണ്. ബാങ്കിങ് ലോ വർ അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺലി ഇൻ 1966. ശരിയാണ്. പാർട്ട് 5 ഓഫ് BR ആക്ട് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്. ശരിയാണ്. Section 24 deals with SLR, statutory liquidity ratio. Section 56 Act to apply cooperative society subject to modification. ശരിയാണ്. ഇതെല്ലാം BR ആക്ടുമായിട്ട് കറക്റ്റ് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D, all of these. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എക്സ്പ്ലോറിംഗ് റിയൽ ടൈം പേ നെയിം വാലിഡേഷൻ ബിഫോർ ദ ഫണ്ട് ട്രാൻസ്ഫർ ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു RBI റിയൽ ടൈം പേ നെയിം വാലിഡേഷൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് നടത്തുന്നതെന്നാണ്. റെഡ്യൂസ് ഫ്രോഡ്, ഇംപ്രൂവ് ദ പേയ്മെന്റ് എക്സ്പീരിയൻസ്,
എ ആൻഡ് ബി നൺ ഓഫ് ദിസ്. എന്താണ് ഫ്രോഡ് റെഡ്യൂസ് ചെയ്യാനും പേയ്മെന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എ ആൻഡ് ബി. നെക്സ്റ്റ് KYC നോ യുവർ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ദ നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ് ഇൻ ബാങ്ക് വിത്ത് എ വ്യൂ ടു കർട്ടെയിലിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് KYC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോ ഗൈഡ് ലൈൻസ് ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? മെയിൻ ആയിട്ട് മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ് KYC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മണി ലോണ്ടറിങ് തടയാൻ വേണ്ടിയിട്ടാണ് KYC നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് നമ്മളുടെ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റും അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിനും പിന്നെ അതുപോലെ നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ CSEB പരീക്ഷകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി 4-ാം തീയതി നടന്ന CSEB സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൻ്റെ പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നല്ല മാറ്റങ്ങളാണ് ചോദ്യം ചോദിക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് 2026 CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ തന്നെ PDF നോട്ട്സും ഒക്കെ അടങ്ങിയതാണ് നമ്മളെ ബാച്ച്. CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നമുക്ക് CCയോടൊപ്പം നല്ല രീതിയിലൊരു പഠനം നടത്തി ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരിക്കൽ കൂടി കോൺടാക്ട് ചെയ്യുക. താങ്ക്